ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം. ഇനി ഞാൻ വന്നിരിക്കുന്നത് പച്ചമാങ്ങ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ കുറേ നാളത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ്. ഇതൊരു ഡ്രിങ്ക് ആയിട്ടും അതുപോലെ തന്നെ ബ്രെഡിന്റെ ഒക്കെ കൂടെ ജാം ആയിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഈ ഒരു വലുപ്പത്തിൽ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഈ മാങ്ങ തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ഒരു കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് 2-3 വിസിലൊക്കെ വരുത്തിയിട്ട് ഈ മാങ്ങ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിന്റെ പ്രഷറെല്ലാം പോയപ്പോൾ കുക്കർ തുറന്നു നോക്കുകയാണ്. മാങ്ങ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കുകയാണ്. വേവിച്ച മാങ്ങ ചൂടാറി വന്നപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് പുതിനയിലയാണ്. 1/4 കപ്പ് പുതിനയില കഴുകി ക്ലീൻ ചെയ്ത് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇഞ്ചി ചേർത്ത് കൊടുക്കണം. 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് അരിച്ചുകൂടെ എടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ഇഞ്ചിയുടെയോ പുതിനയുടെയോ ഒക്കെ എന്തെങ്കിലും കഷ്ണമായിട്ട് അരയാതെ കിടക്കുന്നുണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചു വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ അരിച്ചെടുത്തിട്ടില്ല. ഇഞ്ചിയും പുതിനയും എല്ലാം നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ പഞ്ചസാര മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് തിളച്ച് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഇപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണുള്ളത്. ചൂടാറി വരുമ്പോൾ ഒന്നുകൂടി ഒന്ന് കട്ടിയായി വരും. ഇത് ചൂടാറി വരുമ്പോൾ ഒരു ചില്ലുകുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇതിൽ നിന്ന് 2-3 ടേബിൾ സ്പൂൺ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച് മിക്സ് ചെയ്ത് അങ്ങനെയും കുടിക്കാം. അപ്പോൾ ഈ സമ്മറിന് കുടിക്കാൻ പറ്റിയ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്ക് ആണ്. ഇപ്പോൾ മാങ്ങയുടെയൊക്കെ സീസൺ ആണല്ലോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി വെള്ളമൊക്കെ കുടിക്കാനായിട്ട് പറ്റും. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് കുറുക്കി ഇതുപോലെ കട്ടിയാക്കി എടുക്കുകയാണെങ്കിൽ ബ്രെഡിന്റെ കൂടെയൊക്കെ സ്പ്രെഡായിട്ട് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പച്ചമാങ്ങ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല 2 റെസിപ്പീസ് ആണ്. ഇപ്പോൾ മാങ്ങയുടെയൊക്കെ സീസൺ ആണല്ലോ. കൂടുതൽ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്